നമസ്കാരം. NDA സഖ്യം 292 സീറ്റ് നേടി അധികാരത്തിലേറാൻ ഒരുങ്ങുമ്പോഴും 233 സീറ്റ് നേടിയ ഇന്ത്യ സഖ്യം എങ്ങനെയും സഖ്യം വിപുലീകരിച്ച് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ അണിയറയിൽ നീക്കം നടത്തുന്നുണ്ട് എന്നാണ് വിലയിരുത്തലുകൾ. ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളുമെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചെങ്കിലും ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമായി ഇന്ത്യ സഖ്യത്തിന്റെ മുതിർന്ന നേതാവ് ശരത് പവാർ ചർച്ച നടത്തിയത് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട്. മത്സരിച്ച രണ്ടിടങ്ങളിലും 3 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതുകൊണ്ട് രാഹുലിന് പ്രതിപക്ഷ നേതാവാകുന്നതിന് തടസ്സമുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ എന്തു കളിയും സാധ്യമാണെന്നിരിക്കെ ഇന്ത്യ സഖ്യം കുതിരക്കച്ചവടത്തിന് മുതിരുകയും നിതീഷും ചന്ദ്രബാബു നായിഡുവും മറുകൊണ്ടം ചാടുകയും ചെയ്താൽ ഇന്ത്യ ഇന്നുവരെ കാണാത്ത തമ്മിലടിക്കാവും ഇന്ത്യ സഖ്യം വഴി തുറക്കുന്നത്. ചിലപ്പോൾ ഒരു 4 പ്രധാനമന്ത്രി കസേരയൊക്കെ വേണ്ടിവരും. കസേരകൾ ഒന്നും വേണ്ട എന്ന് രാഹുൽ ഗാന്ധി എത്രയൊക്കെ വാശി പിടിച്ചാലും അണികൾക്ക് രാഹുൽ മതി. NDA വിട്ട് എങ്ങോട്ടുമില്ലെന്ന് ചന്ദ്രബാബു നായിഡു ഉറപ്പിച്ചു പറയുമ്പോഴും ലക്ഷ്യം ആഭ്യന്തര വകുപ്പ് തന്നെ എന്നിരിക്കെ എന്തും സംഭവിക്കാം. നേർക്കുനേർ പൊരുതിയ ആം ആദ്മിയും കോൺഗ്രസും CPM-ഉം കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിൽ കൈകോർക്കുമെങ്കിൽ ആരും ആരുടെ കൈയും പിടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 2014-ലും 19-ലും BJP ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള സീറ്റ് നേടിയിരുന്നുവെങ്കിൽ 24-ൽ കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്ക് നേടാനായില്ല എന്നും അതുകൊണ്ട് തന്നെ അധികകാലം ഭരണത്തിൽ തുടരാൻ ആവില്ല എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം. കേവല ഭൂരിപക്ഷമായ 272 തികയ്ക്കാൻ BJPക്ക് 32 സീറ്റ് മതിയെന്നിരിക്കെ 99 സീറ്റുകൾ മാത്രമുള്ള കോൺഗ്രസ് കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ എത്ര പേരെ തൃപ്തിപ്പെടുത്തേണ്ടി വരുമെന്നത് ആലോചിക്കേണ്ടതാണ്.